ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2 ആഴ്ച കഴിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. 3-4 വട്ടമൊക്കെ മിസ്സായി. ഇവിടുന്ന് തന്നെ നമുക്ക് തുടക്കം. അപ്പോൾ ഇവിടുന്ന് ഒരു വാഹയെ കണ്ടടിക്കുന്നതാണ് മിസ്സായി പോയത്. അത് ഒത്തിരി ആളുകൊണ്ട് ഉപയോഗിക്കായിരുന്നു. 2 ആഴ്ചയോളമായി ഫിഷിങ്ങിന് പോയിട്ട് ഉപയോഗിക്കായിരുന്നത്. അടി പറ്റിയതെങ്കില്ല, അത് കറങ്ങി തിരിഞ്ഞാണ്ട് ആ കമ്പിൻ്റെ ചീനിക്കമ്പിൻ്റെ ആ പഴുത്തലയുടെ അടുത്തുകൂടെ ഞാൻ തെങ്ങിൻ്റെ സൈഡിൽ വന്നു, വലത്തെ സൈഡിൽ വന്നു. ആ സൈഡിൽ വന്ന് ഇപ്പുറത്ത് ആ ചീനിക്കമ്പിൻ്റെയും ആ തെങ്ങിൻ്റെ ഇടയ്ക്കൂടെ വന്നിട്ട് ആ തെങ്ങിൻ്റെ വലത്തെ സൈഡിൽ വീണ്ടും ഇപ്പുറത്ത് ചാടാൻ നിന്നേ. ഞാൻ ഒന്ന് അനങ്ങിയപ്പോൾ അത് സൗണ്ട് കേട്ടപ്പോൾ തിരിഞ്ഞ വഴിക്ക് അടിച്ച അടിയാണ്. സൂപ്പർ അടിയായിരുന്നു കേട്ടോ. ഓക്കെ 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 അടിപൊളി ഒരു ഭാഗം. ഓക്കെ അടിപൊളി. കേട്ടോ പടി നമ്മുടെ ഡീപ്പ് ഡാറ്റ കേട്ടോ, ലോക്കിരിക്കുന്നുണ്ട്. ലോക്ക് കുഴപ്പമില്ല കേട്ടോ. അതിന് അവിടെ തന്നെ ഞാൻ ഇട്ട്, കാരണം കുറേ വാഹയും കൂടെ നിൽക്കുന്ന കണ്ടിട്ട് ഞാൻ അവിടെ തന്നെ അതിനെ ഇട്ടിട്ട് ഞാൻ നോക്കിയപ്പോൾ നല്ല അടിപൊളി ഒരു മയിൽവാഹ വരുന്നുണ്ട്. സൂപ്പർ വാഹ വേറെ കണ്ട് അത് അടിക്കാൻ നോക്കിയത്. പക്ഷേ അത് പെട്ടെന്നത് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി കേട്ടോ. മിസ്സായി എന്തായാലും ഞാൻ വിടത്തില്ല, അതിൻ്റെ കൂടെ ഞാൻ പിടിക്കും. കണ്ടോ അപ്പുറത്ത് നിന്നിട്ട് കണ്ടോ താന്ന കണ്ടോ, അപ്പുറത്ത് ഓളം തിള്ളി കണ്ടോ. അത് ഈ വലത്തെ സൈഡിലോട്ട് ഞാൻ നടന്നു പോകുമ്പോഴതിനെ കാണുന്നത്. അരുവ് പറ്റി വന്നതാണ്, അങ്ങനെ അതിനെ കിട്ടും. ഞാൻ അപ്പർ സൈഡിൽ വന്ന് ഞാൻ വിചാരിച്ചു അത് മിസ്സായി കാണുന്നത് പോയി കാണുമെന്ന് വിചാരിച്ചു. കാരണം അടി കൊണ്ട സൗണ്ട് കേട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോയി കാണുമെന്ന് വിചാരിച്ചു. ഞാൻ ഈ തെങ്ങിൻ്റെ സൈഡിൽ വന്ന് ഇങ്ങനെ നോക്കിയതാണ്. അവിടെ എല്ലാം നോക്കിയപ്പോൾ കണ്ടില്ല. പോകാൻ വേണ്ടി ഇങ്ങനെ തിരിഞ്ഞപ്പോഴാണ് ഈ ഇടത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ സൈഡ് പറ്റി വരുന്നത്. നല്ല ഒരെണ്ണം പറ്റി. അടിപൊളി മോനെ, അടിപൊളി മോനെ. കിടിലം വാ കേട്ടോ. അടിപൊളി. ഒന്നും പറയാനില്ല കേട്ടോ. അടി ഇറങ്ങി അപ്പുറത്ത് പോരുന്നു. സൂപ്പർ വാ. വീഡിയോ എടുക്കാൻ ഒരാളില്ലാതായി പോയി.
അടിപൊളി കേട്ടോ. കീടിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടിലം. കീടിലം കേട്ടോ. ഒരു സ്പോട്ടിൽ നിന്ന് തന്നെ 2 എണ്ണം നമുക്ക് കിട്ടി. ലോക്ക് ഊരുന്നു. എന്തായാലും അടിപൊളിയൊരു ഷൂട്ടായിരുന്നു. നിങ്ങൾ വരയ്ക്ക് ഒത്തിരി നേരം കൊണ്ട് എരി ഊർന്നു ഞാൻ പറഞ്ഞില്ലേ, പനിയൊക്കെ ആയതുകൊണ്ടാണ് അത്രയ്ക്ക് ഒരു ഇതാ. തൊണ്ടവേദനയും മൂക്കിൽ ചുറ്റുമ്പോഴുള്ള വേദനയൊക്കെ ആകുമ്പോഴത്തേന് ഇടയ്ക്ക് ഞാൻ എരി ഊർന്നൊക്കെ ആക്കുന്നത്. വല്ലാത്തൊരു മൂക്കടപ്പ് കേട്ടോ. മൂക്കടപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മളെല്ലാം എരി ഊർന്നൊക്കെ സൗണ്ട് കേൾക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കൊന്നും വയ്യ. പനി പിഴിഞ്ഞ് നമ്മൾ ഊപ്പാട് വന്നിരിക്കുമോ. അതുകൊണ്ട് ആ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് എരി ഊർന്ന സൗണ്ട് ഞാൻ ഇടുന്നത്. ഈ പനി വന്നവർക്കറിയാം ഈ അവസ്ഥയെപ്പറ്റി. കുഴപ്പമില്ല, പനിയൊക്കെ അവിടെ നിൽക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷൂട്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. കിടിലമില്ലായിരുന്നോ? അടിപൊളിയല്ലായിരുന്നോ കാണാൻ? അടിപൊളി. ഇനി നമുക്ക് 3ാമത്തെ ഒരു സൈറ്റിലോട്ട് പോകാം കേട്ടോ. അവിടെ ശരി മരത്തിൻ്റെ മണ്ട കയറി എന്നുള്ള ഷൂട്ടാണ്. അത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഈ ഭാഗത്ത് വന്നപ്പോഴേ ആ സൈഡിൽ നിന്നെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വാഹ ഓട്ടോ. താഴെ നിന്ന് ഞാൻ അടിച്ചു നോക്കുന്നുണ്ട്, കിട്ടിയില്ല. പിന്നെ ഞാൻ ഈ മരത്തിൻ്റെ മണ്ടയിൽ കയറുന്നത്. മരത്തിൻ്റെ മണ്ടയിൽ കയറി നമ്മൾ ഒരെണ്ണം അടിച്ചെടുക്കുന്നത്. ഒന്ന് നോക്കണം. അതുകൊണ്ട് അവിടെ നിന്നൊക്കെ വാഹ പോകുന്നതുണ്ടോ, ശ്രദ്ധിച്ചാൽ മതി. അടിപൊളിയായിട്ട് കാണാൻ. അതിന് പതുക്കെ അതിനെ മേളിൽ കയറിയെന്ന് നോക്കാം. ഒരെണ്ണം നമുക്ക് അടി കൊണ്ട് മിസ്സാവുമെന്ന് നോക്കണം. അത് കമ്പിൻ്റെ ഇടയ്ക്കൂടെ അടിച്ചാൽ കമ്പി തട്ടി അത് പോയതാണ്. അടി കൊണ്ട് ചെന്ന് കമ്പിൻ്റെ ഇടയിൽ വാഹ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. പെട്ടെന്ന് അത് വലിച്ച് ഊരിക്കൊണ്ടങ്ങ് പോകും. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം മിസ്സായി. ഓക്കെ ഓക്കെ. അയ്യോടാ, ഊരിപ്പോയി. മലന്ന് മോനെ അടിയോട് മലന്ന് മോനെ എന്നാ മലന്ന് മോനെ ഉണ്ടോ? ഉണ്ടോ? അടിപൊളി വരണം. അതിൻ്റെ തലയ്ക്കാണ് കയറിയതുണ്ട്. പുറം നമ്മുടെ ഇന്ന് മിസ്സായതേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ തലക്കടിച്ചില്ലെങ്കിലേ. അത് ഡീപ്പ് ഡാർട്ടിലെ 3ാമത്തെ വാഹയത്. ഈ വാഹ ആ ഡാർട്ട് എൻ്റെ നിന്ന് മിസ്സായിപ്പോവും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മണ്ടയിൽ കയറിയെന്ന് ഞാൻ ഒന്നുകൂടെ അടിച്ചതാണ്. നിങ്ങൾ ഈ ഡാർട്ടിൻ്റെ കളറൊന്ന് ശ്രദ്ധിച്ചോണേ. നിങ്ങൾക്ക് റെഡ് ഡാർട്ടായിരിക്കും, അല്ലാതെ ചോരയെല്ലാം കൂടെ പറ്റിയിരിക്കും കേട്ടോ. അതിൻ്റെ മണ്ടയിൽ കയറിയെന്ന് ഞാൻ കുത്തനെ അടിച്ചതാണ്. അടിയിലെങ്ങാണ്ട് ഒരു ചാക്കുണ്ടായിരുന്നു. ചാക്കിൽ കൊണ്ട് വലിച്ച് പിടിച്ച് പിടിക്കൊന്നും പൊട്ടിയൊന്നുമില്ല. ഞാൻ ചാക്കെല്ലാം കൂടെ വലിച്ച് മേളിൽ കെട്ടി മരത്തിൻ്റെ മണ്ടയിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ ഇതിൻ്റെ ഹെഡ് അഴിച്ച് കൈ നൂരി അങ്ങ് താഴെ പോയി. അത് വെയിറ്റ് ഉണ്ടായതുകൊണ്ട് ചേറിനകത്ത് അങ്ങോട്ട് പുതഞ്ഞു പോയി. നമുക്ക് കിട്ടിയില്ല. അങ്ങനെ അതും പോയി കിട്ടി. അതിൻ്റെ പകുതി മാത്രമേ ഉള്ളായിരുന്നു കൈ. ഇതിൻ്റെ ലോക്ക് ഒരു ചാക്കിനകത്ത് അടിച്ചതാണ്. മീനെ അടിച്ച് ഭയങ്കര വാഹ അടിച്ചതാണ്. പക്ഷേ അത് ചെന്ന് കയറിയത് ഒരു ചാക്കിനകത്തായി പോയി. ഞാൻ ഈ മരത്തിൻ്റെ മണ്ടയിൽ നിന്ന് ഊരി എടുത്തതാണ് കേട്ടോ. ഊരിയെടുത്തപ്പോൾ അതങ്ങ് താഴെ വീണ്, കയ്യിൽ നിന്ന് തട്ടി അങ്ങ് താഴെ വീണ്. എപ്പോഴായാലും നമുക്ക് പറ്റുന്നതല്ലോ. എങ്ങനെയെങ്കിലും ഒരെണ്ണം മിസ്സാവും. ഇന്നത്തെ മീന നമുക്ക് കിട്ടിയ വാഹ എങ്ങനെ ഉണ്ടെന്ന് പറയണം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം.